ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമായ പീലിയുടെ ഗ്രാമം എന്ന പാഠമാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ മറ്റ് വിഷയങ്ങളുടെ എല്ലാം വീഡിയോകൾ STD 5 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കൂട്ടുകാരെ, അവധിക്കാലം തീരാൻ പോവുകയാണ്. അതിനു മുൻപ് പീലി സഹപാഠികളെ തൻ്റെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രാമം സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് പീലിയുടെ കൂട്ടുകാരായ 4 പേർ. നിങ്ങൾക്കും യാത്രകൾ ഇഷ്ടമല്ലേ? നമുക്കും അവർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലൊന്ന് പോയി വന്നാലോ? യാത്രയ്ക്ക് മുൻപ് നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ കുട്ടി പറയുന്നത് നോക്കൂ. ഞാൻ നീനു. ഞാൻ സഞ്ചരിക്കുന്നത് വീൽചെയറിലാണ്. എൻ്റെ വീട് നഗരത്തോട് ചേർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. രണ്ടാമത്തെ ആൾ പറയുന്നത് നോക്കൂ. എൻ്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ് എൻ്റെ വീട്. അമ്മ മാത്രമാണ് എനിക്കുള്ളത്. തുണിമിൽ തൊഴിലാളിയാണ് എൻ്റെ അമ്മ. ഇനി മൂന്നാമത്തെ കുട്ടി പറയുന്നത് നോക്കിക്കേ. എൻ്റെ പേര് വിക്കി. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എൻ്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. നാലാമത്തെ ആൾ പറയുന്നത് നോക്കിക്കേ. ഞാൻ ചമ്മേലി. ഞങ്ങൾ അസം സ്വദേശികളാണ്. ഞാനും മായും പാപ്പയും വർഷങ്ങളായി കേരളത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇതിൽ 4 പേരും 4 സാഹചര്യങ്ങളിൽ നിന്നുമാണല്ലേ വരുന്നത്. ഒരാൾ ഗ്രാമത്തിൽ നിന്ന്, ഒരാൾ ചേരിയിൽ നിന്ന്, ഒരാൾ നഗരത്തിൽ നിന്ന്, മറ്റൊരാൾ ഇതര അന്യ സംസ്ഥാനത്ത് നിന്ന്. കൂട്ടത്തിലെ 5ാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തൂ. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഉണ്ടോ? അച്ഛൻ്റെ അമ്മയും എന്താ ചെയ്യുന്നത്? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. അസം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായി എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമ്മേലിയും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. മാ എന്നും പാപ്പ എന്നുമാണ് ചമ്മേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി, ഒഴിവു സമയം ചെലവഴിക്കുന്ന രീതികൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ, വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ടീച്ചറുടെ സഹായവും ഇതിനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ആ ഭാഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്യാനാണ് താല്പര്യം, ഒഴിവു സമയം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കുന്നത്, നിങ്ങൾക്ക് ആരായി തീരാനാണ് ആഗ്രഹം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. യാത്രയ്ക്കൊരുങ്ങാം. നമ്മൾ എത്രയോ കാലമായി ആഗ്രഹിക്കുന്ന യാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വീട്ടിൽ നിന്നൊന്ന് സമ്മതിച്ചു കിട്ടാൻ ഞാൻ കുറേ പാടുപെട്ടു. എല്ലായിടത്തും പോകാറുള്ള ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നീനു പറഞ്ഞത് കേട്ടോ. ഇനി വിക്കി പറയുന്നത് നോക്കൂ. പപ്പായും മമ്മിയും മനസ്സോടെയാണ് എന്നെയും വിട്ടത്. എന്നെ ദൂരേക്കൊന്നും ഒറ്റയ്ക്ക് വിടാറില്ല. സമ്മതം കിട്ടാൻ നന്നായി ശ്രമിക്കേണ്ടി വന്നു. എനിക്കിവിടെ ആകെയുള്ള കൂട്ടുകാർ നിങ്ങളാണ്. അവിടെ പോയി ഒന്നും കഴിക്കരുതെന്ന് മമ്മി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തയാൾ പറയുന്നത് നോക്കൂ. അമ്മ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ പോകുമ്പോൾ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാവും എന്ന വിഷമമുണ്ട്. ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ല. നിങ്ങളും ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ? താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കൂ. എന്തൊക്കെയായിരിക്കും മക്കളെ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ആശങ്കകൾ? നമ്മളെ വീട്ടിൽ നിന്ന് സമ്മതിക്കുമോ? നമ്മളോട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക? അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയായിരിക്കും പോവുക? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ. അതെല്ലാം നിങ്ങൾക്കിവിടെ എഴുതി ചേർക്കാവുന്നതാണ്. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന ഇവർ എങ്ങനെയാവും ഇത്ര അടുപ്പമുള്ള കൂട്ടുകാരായത്? ഇവർ സുഹൃത്തുക്കളാകാൻ ഇടയായ സാഹചര്യം സങ്കല്പിച്ച് ക്ലാസ്സിലൊരു റോൾ പ്ലേ അവതരിപ്പിക്കൂ. നിങ്ങളിത് ഒരു നാടകമായിട്ട് നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ചേർന്നിട്ട് അവതരിപ്പിക്കേണ്ട കാര്യമാണ് കേട്ടോ. യാത്രകൾക്ക് മുൻപ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തുമല്ലോ. എങ്ങോട്ടാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നതൊക്കെ അനുസരിച്ച് മാനസികമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മൾ യാത്രയ്ക്കൊരുങ്ങുന്ന ബാഗിൽ വസ്തുക്കൾക്കൊപ്പം നമ്മുടെ ചിന്തകളും കൂടി കടന്നു വരാറില്ലേ? ഇവർ കൊണ്ടുപോകുന്ന ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചമ്മേലിയുടേത്. ചമ്മേലിക്കുള്ള ആശങ്ക എന്താണ്? മറ്റുള്ളവർ എന്നെ മാറ്റി നിർത്തുമോ എന്നാണ് അല്ലേ. ചമ്മേലി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകളാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ ഒരു ആശങ്ക വന്നതിൽ സംശയമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. ചമ്മേലിയുടെ ബാഗിലുള്ള സാധനങ്ങൾ നോക്കിക്കേ. വസ്ത്രമുണ്ട്, ബ്രഷുണ്ട്, അതുപോലെ തന്നെ പുസ്തകമുണ്ട്, ടൂത്ത് പേസ്റ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്.
ഇനി അപ്പുവിനുള്ള പേടി എന്താണ്? അമ്മ ഒറ്റയ്ക്കാവോ എന്നാണ് അല്ലേ? അപ്പുവിൻ്റെ ബാഗിൽ അവനുള്ള ഒരു വസ്ത്രവും അതുപോലെ തന്നെ ഒരു കളിപ്പാട്ടവും ഉണ്ട്. പിന്നെ നീനുവിനുള്ള പേടിയോ? എല്ലായിടത്തും എനിക്ക് പോകാനാവുമോ? നീനു വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ എല്ലായിടത്തും എനിക്ക് പോകാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്കയാണ് നീനുവിനുള്ളത്. നീനുവിൻ്റെ ബാഗിലുള്ള സാധനങ്ങൾ നോക്കൂ. വസ്ത്രം, ബ്രഷ്, പേസ്റ്റ്, പുസ്തകം, കളറുകൾ. പിന്നെ വിക്കിയുടെ ആശങ്ക എന്താണ്? നഗരത്തിലെ സൗകര്യം ആ ഗ്രാമത്തിലുണ്ടാവുമോ എന്നാണ്. വിക്കി ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള സൗകര്യങ്ങളൊന്നും ആ ഗ്രാമത്തിൽ താൻ ചെല്ലാൻ പോകുന്ന സ്ഥലത്തുണ്ടാവുമോ എന്നുള്ള ഒരു സംശയമാണ് വിക്കിക്കുള്ളത്. വിക്കിയുടെ ബാഗിലുള്ള സാധനങ്ങൾ കണ്ടോ നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രക്കായി കരുതും? എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക? നിങ്ങളുടെ ബാഗും സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കൂ. നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാം? വസ്ത്രങ്ങളും പേസ്റ്റ്, ബ്രഷ്, ഇതെല്ലാം നമ്മളെന്തായാലും നിർബന്ധമായും കൊണ്ടുപോവേണ്ട കാര്യങ്ങളാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്നാക്സോ ബുക്സോ അങ്ങനെ എന്തെങ്കിലും കരുതാവുന്നതാണ്. നിങ്ങൾക്കുള്ള ചിന്ത എന്തായിരിക്കും? എനിക്കെന്തെങ്കിലും അസുഖം വരുമോ, അല്ലെങ്കിൽ അതുപോലെ അമ്മയും അച്ഛനും വീട്ടിൽ എന്തെടുക്കുമായിരിക്കും, അങ്ങനെയുള്ള ആലോചനകളൊക്കെ കടന്നു വരാവുന്നതാണ്. പീലിയുടെ ഗ്രാമത്തിലേക്ക് ഒന്നിച്ചൊരു യാത്രാഗാനം പാടിയാലോ? ഒന്നാം മലയിൽ കയറേണ്ടേ, അവിടുന്ന് തലംകുത്ത് മറിയേണ്ടേ. അവർ പാട്ടൊക്കെ പാടി ഇങ്ങനെ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവാണ് കേട്ടോ. യാത്രാഗാനങ്ങൾ അറിയാമോ? അവ ശേഖരിച്ച് ക്ലാസ്സിൽ സംഘമായി അവതരിപ്പിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു യാത്രാഗാനം ഇവിടെ എഴുതി ചേർക്കൂ. നോക്കിക്കേ, അവർ 4 പേരും കൂടെ എവിടെ എത്തി? പീലിയുടെ ഗ്രാമത്തിലെത്തി. ഹായ്, അതാ പീലിയുടെ ഗ്രാമം, അതാ പീലി. പീലി അവരെ കണ്ടതും അവരുടെ അടുത്തേക്ക് വരുന്നു. എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കുന്നു, എന്താ ഇത്ര വൈകിയത് എന്ന് പീലി ചോദിക്കുന്നു. പീലിക്കുള്ള മറുപടി എഴുതി ചേർക്കൂ. അവരെന്തുകൊണ്ടായിരിക്കും വൈകിയത്? ഒരു പക്ഷേ അവർക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും അവർ നേരം വൈകിയത്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. പീലി അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു ഭാവനാചിത്രം നോട്ട് ബുക്കിൽ വരച്ചു നോക്കൂ. ടീച്ചറുടെ സഹായം കൂടി തേടൂ. പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പ്രതീക്ഷകളുണ്ട് മക്കളെ? ഗ്രാമത്തിൽ നിറയെ കൃഷികളൊക്കെയുള്ള ഒരു ഗ്രാമമായിരിക്കും. സ്നേഹനിധിയായ ആളുകളുള്ള ഗ്രാമമായിരിക്കും. അടുത്തടുത്ത് വീടുകൾ തിങ്ങി നിൽക്കുന്ന ഒരു ഗ്രാമമായിരിക്കും. ഒട്ടേറെ പൂക്കളും പുഴകളും പാടങ്ങളും മലകളും എല്ലാം നിറഞ്ഞ സുന്ദരമായ ഒരു ഗ്രാമമായിരിക്കും പീലിയുടേത്. ഇതാണ് എൻ്റെ അമ്മ. പീലി അവളുടെ അമ്മയെ പരിചയപ്പെടുത്തുന്നു. എല്ലാവരും വരൂ, ഒത്തിരി നടന്ന് ക്ഷീണിച്ചു കാണും അല്ലേ? നമുക്കാദ്യം ഭക്ഷണം കഴിക്കാം. അമ്മ അവരെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിക്കുന്നു. അപ്പോൾ വിക്കി എന്ത് പറയുന്നു? എനിക്ക് കഴിക്കാനുള്ളത് വീട്ടിൽ നിന്ന് തന്നു വിട്ടിട്ടുണ്ട്, ഞാനത് കഴിച്ചോളാം. അപ്പോൾ പീലി പറയുന്നു, പിന്നെ അവൻ്റെ ഒരു ജാട, അതൊക്കെ മോൻ എന്നും കഴിക്കുന്നതല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇവിടുത്തെ വയലിലുണ്ടായ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ കപ്പയും. പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനുമൊക്കെയാണ് ഉള്ളത്. അച്ഛനാണ് മീൻകറി ഉണ്ടാക്കിയത്. പീലിയുടെ അമ്മ വിക്കിയെ നിർബന്ധിക്കുന്നു. വിക്കി അങ്ങനെ ആ ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് എന്താ അവൻ പറയുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ളതേ അല്ല വാങ്ങുന്നത്. അപ്പോൾ അപ്പുവോ? പീലി വളരെ നന്നായിട്ടുണ്ട്, എന്തു നല്ല രുചി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നേ. പീലി എന്തു പറയുന്നു? നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛൻ വയലിലുണ്ടാവും, അങ്ങോട്ട് പോയിക്കോളൂ, ഗ്രാമവും കാണാമല്ലോ. അങ്ങനെ അമ്മ അവരെ വയലിലേക്ക് പറഞ്ഞയക്കുന്നു. നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ? അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ. ടീച്ചറുടെ പിന്തുണയും ഉണ്ടാകും. നിങ്ങൾക്ക് പീലിയുടെ അച്ഛനോട് എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം? ഈ വയലിൽ എന്തെല്ലാം കൃഷികളാണ് ചെയ്യുന്നത്? രാസവളങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതോ ജൈവവളങ്ങൾ മാത്രമാണോ ഉപയോഗിക്കുന്നത്? അച്ഛൻ കൃഷിയിൽ കീടനാശിനികൾ ഉപയോഗിക്കാറുണ്ടോ? വളപ്രയോഗവും ജലത്തിൻ്റെ ഉപയോഗവുമെല്ലാം എങ്ങനെയാണ്? കൃഷി നോക്കാൻ എത്ര പേരുണ്ട്? ഇങ്ങനെ ഏതാനും ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അച്ഛനോട് ചോദിക്കാവുന്നതാണ്. അതിനെല്ലാം അച്ഛൻ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് അച്ഛൻ പറയുന്നു. എല്ലാം കേട്ടുകഴിഞ്ഞ ശേഷം നീനു എന്ത് പറയുന്നു? കൊള്ളാം, എനിക്കും പഠിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. കൂട്ടുകാർക്കായി ഒരു വിഭവം ഉണ്ടാക്കിയാലോ? നിങ്ങളുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് മുതിർന്നവരുടെ സഹായത്തോടെ ഭക്ഷണം തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവരൂ. എല്ലാവരും അത് പരസ്പരം പങ്കിട്ട് കഴിക്കുകയും വേണം. നിങ്ങൾക്കിത് ക്ലാസ്സിലൊരു ഫുഡ് ഫെസ്റ്റ് ആയിട്ട് ഇത് സംഘടിപ്പിച്ച് നല്ലൊരു പരിപാടി അവതരിപ്പിക്കാവുന്നതാണ്. ഗ്രാമം കാണുന്നതിനിടയിൽ വിക്കി എന്ത് പറയുന്നു?
എനിക്കിവിടെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അങ്കിൾ, എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? ഒരു ഗെയിം കളിക്കാൻ നീ എന്ത് ചെയ്യും പീലി? ഗെയിമില്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും? നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? അപ്പോൾ അപ്പു പറയുന്നു, നഗരത്തേക്കാൾ രസം ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നണേ. എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പുവും രണ്ട് തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക. വിക്കിക്ക് കുറച്ചുകൂടെ ഇഷ്ടമെന്ന് പറയുന്നത് നഗരത്തിലെ ആ ജീവിതമായിരിക്കും അല്ലേ? എങ്ങനെയുള്ള മൊബൈൽ ഫോണും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലെ ഗെയിമുകളും കമ്പ്യൂട്ടറും എല്ലാം ഉള്ള ആ ജീവിതമായിരിക്കും കുറച്ചുകൂടെ ഇഷ്ടമായിട്ടുണ്ടായിരിക്കുക. അപ്പുവിന് ഗ്രാമത്തിലുള്ളതായിരിക്കും. അതായത് മൊബൈൽ ഫോണൊന്നുമില്ലെങ്കിലും നല്ല നാടൻ കളികളും ഒക്കെ ആയിട്ട് രസിച്ച് തിമിർത്ത് നടക്കുന്ന ഗ്രാമത്തിലെ ജീവിതമായിരിക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കുക. പീലിയുടെ അച്ഛൻ പറയുന്നത് നോക്കൂ, ഇവിടെയും പലതരം കളികളുണ്ട്. ഇവിടുത്തെ കുട്ടികൾ ഇങ്ങനെയാണ് കളിച്ചുല്ലസിക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. വരൂ, പീലിയുടെ അച്ഛൻ്റെ കൂടെ ഈ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ നമുക്കും കണ്ടുവരാം. നിങ്ങളും ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമല്ലോ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്, എന്തൊക്കെ ലഭിച്ചാലാണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുക? സ്കൂളിലെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ടീച്ചറുടെ മേൽനോട്ടത്തിൽ എൻ്റെ സന്തോഷങ്ങൾ എന്ന പേരിൽ ഒരു സെൽഫി വീഡിയോ തയ്യാറാക്കൂ. നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിൽ എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം ലഭിക്കുക എന്നുള്ള ഒരു വീഡിയോ തയ്യാറാക്കി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കണേ. ഗ്രാമഭംഗി. പീലിയുടെ ഗ്രാമത്തിലൂടെ നടന്ന് എത്രത്തോളം ലളിതവും സുന്ദരവുമാണ് ആ ഗ്രാമമെന്ന് കണ്ടറിയൂ. നോക്കിക്കേ, അവരൊരു ചന്തയിലെത്തിയിട്ടുണ്ട്. ആഴ്ച ചന്തകളിൽ വന്നാണ് ഗ്രാമവാസികൾ സാധനങ്ങൾ വാങ്ങുന്നതും അവർ ഉണ്ടാക്കിയവ വിൽക്കുന്നതും. ഇവിടെ എന്തൊക്കെ കാണാം നമുക്ക്? മൺകലങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ പച്ചക്കറികൾ വിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെയുണ്ട് അല്ലേ? നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ, സ്ഥിരം ചന്തകൾ, വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ. മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് അവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഈ പ്രവർത്തനം നിങ്ങൾ അച്ഛൻ്റെയോ അമ്മയോടെയോ കൂടെ പോയിട്ട് ചെയ്തിട്ട് എഴുതി കൊടുക്കണേ. അച്ഛൻ പീലിയുടെ കൂട്ടുകാർക്ക് ഓലത്തൊപ്പിയും കുട്ടയും വസ്ത്രങ്ങളും സമ്മാനിച്ചു. ഓല, കടലാസ് തുടങ്ങിയവ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയാം? നിങ്ങളുണ്ടാക്കിയവ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കൂ. ഇതൊരു ക്രാഫ്റ്റ് വർക്കാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ക്രാഫ്റ്റുകളെല്ലാം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? ക്ലാസ്സിൽ പ്രദർശിപ്പിക്കണം. ഇനി പീലിയുടെ ഗ്രാമം നോക്കിക്കേ, എന്തു മനോഹരമാണ് അല്ലേ? ഈ ഗ്രാമത്തിൽ ഇതുപോലുള്ള ഒട്ടേറെ കുളങ്ങളുണ്ട്. ഞാനും കൂട്ടുകാരുമെല്ലാം നീന്താൻ പഠിച്ചത് ഈ കുളങ്ങളിലാണ്. ഈ കാഴ്ച കണ്ട് നീനു പറയുന്നത് നോക്കിക്കേ മക്കളെ, ഇവരെല്ലാം സന്തോഷിക്കുന്നത് കാണുമ്പോൾ എനിക്കും എന്ത് സന്തോഷമാണ്. കൊയ്ത്തിന് ശേഷം രണ്ടാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിലാണ് കാളപൂട്ട് മത്സരങ്ങൾ നടക്കാറുള്ളത്. അവരടുത്തതായി കാണുന്നത് എന്താണ്? കാളപൂട്ട് മത്സരമാണ് അല്ലേ? അതിനുശേഷം അവരൊരു ഉത്സവം കാണാനാണ് പോയത്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്. നിങ്ങളുടെ നാട്ടിലും വിവിധതരം ഉത്സവങ്ങൾ നടക്കാറില്ലേ? ഉത്സവങ്ങൾ, പെരുന്നാൾ, ഉറൂസ്, മേളകൾ, കായിക മത്സരങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ച് ഒരു വിവരണം തയ്യാറാക്കൂ. മുതിർന്നവർക്കൊപ്പം അവ കാണാൻ പോയതിൻ്റെ അനുഭവവും ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. ആദ്യം നമുക്ക് ഉത്സവങ്ങളെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നോക്കാം. ഹൈന്ദവ ദേവാലയങ്ങളുമായി അഥവാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില ആചാരങ്ങളെയും ചടങ്ങുകളെയും പൊതുവായി ഉത്സവം എന്ന് വിശേഷിപ്പിക്കുന്നു. പതഞ്ഞു പൊങ്ങുന്നത് എന്നാണ് ഉത്സവത്തിൻ്റെ വാച്യാർത്ഥം. ക്ഷേത്രത്തിലെ ചൈതന്യം ഉത്സവ സമയത്ത് നടക്കുന്ന ചടങ്ങുകളുടെയും ബലികളുടെയും ശുദ്ധികർമ്മങ്ങളുടെയും ഫലമായി വർദ്ധിച്ചു പതഞ്ഞു പൊങ്ങി വിഗ്രഹത്തിൽ നിന്ന് ശ്രീകോവിലിലേക്കും ചുറ്റമ്പലങ്ങളിലേക്കും മതിൽക്കെട്ടിനകത്തേക്കും വ്യാപിച്ച് അവിടെ നിന്ന് വീണ്ടും ഉയർന്ന് ക്ഷേത്രം നിൽക്കുന്ന ഗ്രാമത്തിൻ്റെ തട്ടകത്തിനകത്തേക്ക് മുഴുവൻ ഒഴുകി പരക്കുന്നു എന്നാണ് വിശ്വാസം. ഉത്സവങ്ങൾ 3 തരത്തിലുണ്ട്. മുളയിട്ട് കൊടി കയറുന്ന അങ്കുരാതി, മുളയിടാതെ കൊടി കയറുന്ന ധ്വജാതി, മുളടലും കൊടികയറ്റവുമില്ലാതെ കൊട്ടിപ്പുറപ്പെടുന്ന പടഹാതി എന്നിവയാണവ. ഇനി പെരുന്നാളിനെ കുറിച്ച് നോക്കാം. പെരുന്നാൾ 2 തരത്തിലുണ്ട്. ക്രിസ്ത്യാനികളുടെ പെരുന്നാളുമുണ്ട്, മുസ്ലിങ്ങളുടെ പെരുന്നാളുമുണ്ട്. ആദ്യം ക്രിസ്ത്യാനികളുടെ പെരുന്നാൾ നോക്കാം. പൊതുവായതും പ്രാദേശികമായതുമായ മതപരമായ പ്രധാന ദിവസങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് പെരുന്നാളുകൾ. യേശുക്രിസ്തുവിൻ്റെ ജീവിത പ്രവർത്തനത്തിലെ നിർണായക സംഭവങ്ങളുടെയും വിശുദ്ധരുടെ മരണദിനങ്ങളുടെയും സഭാസ്ഥാപനത്തിൻ്റെയും ഇടവക പള്ളിയുടെ കല്ലിട്ടതിൻ്റെയും ഒക്കെ ഓർമ്മ പുതുക്കുന്ന ദിവസങ്ങളാണ് ഇവ. ഉദാഹരണം ഉയർപ്പു പെരുന്നാൾ, പിറവി പെരുന്നാൾ, സ്വർഗാരോഹണ പെരുന്നാൾ തുടങ്ങിയവ. ഇടവക പള്ളികളിൽ പ്രാദേശികമായി ഒരു പെരുന്നാൾ പ്രധാന പെരുന്നാളായി ആഘോഷിക്കുക പതിവാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ജീവിത പ്രവർത്തനത്തിലെ ഏതെങ്കിലും നിർണായക സംഭവത്തിൻ്റെയോ വിശുദ്ധരുടെ ആരുടെയെങ്കിലും മരണദിനങ്ങളുടെയോ സഭാസ്ഥാപനത്തിൻ്റെയോ അതത് ഇടവക പള്ളി സ്ഥാപിച്ചതിൻ്റെയോ ഓർമ്മ പുതുക്കുന്ന ദിവസമായിട്ടായിരിക്കും.
ഇനി നമുക്ക് മുസ്ലിങ്ങളുടെ പെരുന്നാൾ നോക്കാം. മുസ്ലിങ്ങളുടെ ഇടയിൽ കൊണ്ടാടുന്ന 2 ആഘോഷങ്ങളാണ് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും. റമദാനിനു ശേഷം ഷവ്വാൽ മാസം 1-ാം ദിവസമാണ് ചെറിയ പെരുന്നാൾ ആഘോഷം. അറബിയിൽ ഈദുൽ ഫിത്വർ എന്നറിയപ്പെടുന്നു. വലിയ പെരുന്നാൾ എന്നറിയപ്പെടുന്ന ബലി പെരുന്നാളാണ് മുസ്ലിങ്ങളുടെ മറ്റൊരു പെരുന്നാൾ. ഹജ്ജ് മാസം ദുൽഹിജ്ജ 10-നാണ് ഈ ദിനം. വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും എന്ന പേര് എങ്ങനെ വന്നു? മൃഗത്തെ ബലിയറുക്കുന്ന കർമ്മം നടക്കുന്നതുകൊണ്ടാണ് ബലി പെരുന്നാൾ എന്ന് പറയുന്നത്. ഫലസ്തീൻ, ലബ്നാൻ, മിസ്ർ, ഇറാഖ്, ലിബിയ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈദുൽ അക്ബർ വലിയ പെരുന്നാളും എന്നും പറയാറുണ്ട്. ദുൽഹിജ്ജ 13 വരെ നിസ്കാരശേഷം തക്ബീർ ചൊല്ലുന്നതിനാൽ 3 ദിവസം ആഘോഷം നീണ്ടു നിൽക്കുന്നു. അതുകൊണ്ടാണ് വലിയ പെരുന്നാൾ എന്ന് പേര് വന്നത്. 2 പെരുന്നാളും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഭാഗമാണ്. പീലിയും കൂട്ടുകാരും ഉത്സവം കാണുന്നത് നോക്കിക്കേ. പീലിയും കൂട്ടുകാരും നിങ്ങളുടെ ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി തിരിച്ചു വരികയാണ്. ഈ നേരത്ത് നമുക്കൊരു പാട്ടുണ്ടാക്കി പാടിയാലോ? എൻ്റെ ഗ്രാമം എന്ന പേരിൽ ഒരു പാട്ടുണ്ടാക്കാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഗ്രാമങ്ങളും പീലിയുടെ ഗ്രാമവും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു പാട്ടെഴുതി ക്ലാസ്സിൽ സ്വന്തം താളത്തിനനുസരിച്ച് പാടി അവതരിപ്പിക്കൂ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പുറത്തേക്ക് നോക്കിയാൽ രാത്രി കാഴ്ച കാണുന്ന ഒരിടം കണ്ടെത്തൂ. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കാണുക? നമുക്കതൊന്ന് വരച്ചു നോക്കിയാലോ? എൻ്റെ രാത്രിയും ആകാശവും എന്ന പേരിൽ കൂട്ടുകാർ വരച്ച മുഴുവൻ ചിത്രങ്ങളും വെച്ച് ക്ലാസ്സിലൊരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കും. ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. നിങ്ങളുടെ നാട്ടിൽ എവിടെ നിന്ന് നോക്കിയാലാണ് ആകാശത്തെ നല്ല ദൃശ്യങ്ങൾ കാണുന്നത് എന്ന് കണ്ടെത്തുക. ആ ദൃശ്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഒരു പേപ്പറിലേക്ക് വരയ്ക്കുക, നിറം കൊടുക്കുക. ഇത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നീനു പറയുന്നത് നോക്കിക്കേ. പീലി, നിന്റെ ഗ്രാമവും ഗ്രാമവാസികളും എത്ര സന്തുഷ്ടരാണ്. അപ്പു എന്താണ് പറയുന്നത്? എനിക്ക് ഈ കാഴ്ചകളെക്കുറിച്ചൊക്കെ അമ്മയോട് പറയാൻ ധൃതിയായി. വിക്കി പറയുന്നത് എന്താണ്? നഗരജീവിതം മാത്രം രസമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ മാറി. ചമേലി പറയുന്നത് നോക്കൂ. എൻ്റെ നാട്ടിലെ ഗ്രാമവും ഇതുപോലൊക്കെയാണ് എന്ന് മാ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവച്ചല്ലോ. നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ? ഗ്രാമക്കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്ന് ഇവിടെ എഴുതി ചേർക്കൂ. പീലിയുടെ ഗ്രാമം അതിമനോഹരമാണ്. മായങ്ങളൊന്നും ചേർക്കാത്ത ഭക്ഷണം കഴിക്കാം എന്നതാണ് ഏറ്റവും വലിയ സവിശേഷതയായി എനിക്ക് തോന്നിയത്. കൂടാതെ കൂട്ടുകാരോടൊപ്പം കുളത്തിലും പാടങ്ങളിലും വരമ്പിലും എല്ലാം കളിച്ചും തിമിർത്തും ആടി രസിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാം. മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും എല്ലാം സഹായത്തോടെ മാത്രം ഗെയിം കളിക്കുന്ന കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ കൂട്ടുകാർ. പീലിയുടെ ഗ്രാമത്തിൽ നടക്കുന്ന ആഴ്ചച്ചന്തകളും അതുപോലെ തന്നെ ഉത്സവങ്ങളും എല്ലാം വ്യത്യസ്തമായാണ് എനിക്ക് തോന്നിയത്. ഇനി ഈ പാഠത്തിലെ തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. ചോദ്യം 1. ഗ്രാമനഗര പ്രദേശങ്ങളുടെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക. 2. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ സാമൂഹിക സവിശേഷതകൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഡോക്യുമെൻ്ററി ടീച്ചറുടെ പിന്തുണയോടെ തയ്യാറാക്കുക. 3. എൻ്റെ നാട്ടിലെ ഉല്ലാസങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക. സെമിനാറിൽ പരിസ്ഥിതി, ഭക്ഷണ രീതികൾ, കൃഷി, മാർക്കറ്റ്, കളികൾ, കളിസ്ഥലങ്ങൾ, ആഘോഷങ്ങൾ, രാത്രികാല കാഴ്ചകൾ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ്സുകളിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് പീലിയുടെ ഗ്രാമം എന്ന 1-ാമത്തെ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ചെറിയൊരു പാഠമാണ്, അധികം പ്രവർത്തനങ്ങളൊന്നും തന്നെ വരുന്നില്ല. നല്ലതുപോലെ മിടുക്കരായിട്ട് പഠിച്ചു തീർക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 5-ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കില്ലല്ലോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്